ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥ. ആധുനിക സാമ്പത്തിക വ്യവസ്ഥകൾ വൻ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണല്ലോ. ഈ വ്യവസ്ഥകളുടെ ആന്തരിക ദൗർബല്യങ്ങളും വൈരുദ്ധ്യങ്ങളുമാണ് തകർച്ചയിലേക്ക് നയിച്ചതെന്ന കാര്യം ആധുനിക സാമ്പത്തിക വ്യവസ്ഥ തന്നെ സമ്മതിക്കുന്നുണ്ട്. മുതലാളിത്തത്തിലെ അനിയന്ത്രിതമായ ആർത്തിയും അതിനുവേണ്ടി സൃഷ്ടിച്ച സാമ്പത്തിക വിനിമയ രീതികളുമാണ് തകർച്ചയുടെ മൂലകാരണം. ഇസ്ലാമിക സമ്പദ്വ്യവസ്ഥ ഇത്തരം ദൗർബല്യങ്ങളെ പരിഹരിച്ച് സാമൂഹിക ക്ഷേമവും സാമ്പത്തിക വളർച്ചയും ഉറപ്പുവരുത്തുന്നു. സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയായ ഇസ്ലാമിൽ സമ്പൽഘടനയും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പടുത്തുയർത്തുന്നത്. സാമൂഹിക ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് സാമ്പത്തിക രംഗം. വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും സാമ്പത്തിക വിനിമയത്തിൽ പാലിക്കേണ്ട മര്യാദകളും നിയമങ്ങളും വരച്ചു കാണിക്കുന്നു. സാമ്പത്തിക വളർച്ചയും ക്ഷേമവും ഉറപ്പുവരുത്തുന്ന എല്ലാ ക്രയവിക്രയങ്ങളും പ്രോത്സാഹിപ്പിക്കുകയും അതിനെതിരെ നിൽക്കുന്നവയെ നിരോധിക്കുകയും ചെയ്യുന്നു. തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസമാണല്ലോ ഇസ്ലാമിന്റെ അടിത്തറ. ഈ ലോകത്ത് മനുഷ്യന് നൽകപ്പെട്ട മുഴുവൻ വിഭവങ്ങളുടെയും യഥാർത്ഥ ഉടമസ്ഥത അല്ലാഹുവിനാണ് എന്ന വിശ്വാസം തൗഹീദിന്റെ ഭാഗമാണ്. ദൈവിക നിർദ്ദേശങ്ങൾക്കനുസൃതമായി അത് വ്യയം ചെയ്യാനുള്ള അവകാശമേ മനുഷ്യനുള്ളൂ. അന്ത്യദിനത്തിൽ സമ്പത്ത് വ്യയം ചെയ്ത രീതിയെക്കുറിച്ച് വിചാരണ നേരിടേണ്ടിവരും എന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഇടപാടുകളിലെ വഞ്ചന, കുത്തകവൽക്കരണം, ചൂഷണം, ഊഹക്കച്ചവടം, പൂഴ്ത്തിവെപ്പ് തുടങ്ങി ഉപഭോക്താവിനെ ദോഷകരമായി ബാധിക്കുന്ന ഇടപാടുകൾ നിരോധിക്കുന്നു. സ്വാഭാവിക നീതി നിഷേധിക്കപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിഷേധിക്കുന്നു. ഈ പരിധികൾ പാലിക്കുന്ന വ്യാപാരി വിചാരണ നാളിൽ പ്രവാചകന്മാരുടെയും ശുഹദാക്കളുടെയും സുദ്ദീഖുകളുടെയും കൂടെയാണെന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത്തരം പ്രോത്സാഹനങ്ങൾ ഇടപാടുകളിലെ നീതി ഉറപ്പുവരുത്തുന്നു. പലിശ വിമുക്തമാണ് ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥ. കാരണം വളർച്ചയെ കുറയ്ക്കാനും സമ്പത്ത് അസന്തുലിതമായി വിതരണം ചെയ്യാനും അത് കാരണമാകുന്നു. ഉള്ളവൻ ഇല്ലാത്തവനെ ചൂഷണം ചെയ്യുന്ന ഉപകരണമാണ് പലിശ. ലാഭനഷ്ട പങ്കാളിത്തമാണ് ഇസ്ലാം പകരം വെക്കുന്നത്. ഇത് സമ്പത്തിന്റെ ഉൽപാദനക്ഷമത ഉറപ്പുവരുത്തുന്നു. ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയിൽ സുപ്രധാനമാണ് സക്കാത്ത്. വ്യവസായിയും കച്ചവടക്കാരനും അയാളുടെ സമ്പത്തിന്റെ 2.5% ഒരു വർഷം തികയുമ്പോൾ ഖജനാവിലടയ്ക്കണം. വളം ചെയ്തും ശുശ്രൂഷിച്ചും ഉൽപ്പാദിപ്പിക്കുന്ന വിളവിൽ നിന്ന് 5%, അല്ലാത്ത കൃഷിയിൽ നിന്ന് 10% ഖജനാവിലേക്കെത്തുന്നു. ഇപ്രകാരം സമ്പത്തും ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും സക്കാത്തായി എത്തിച്ചേരുകയും അത് അർഹരിലേക്ക് എത്തുകയും അതുവഴി ക്ഷേമവും ഐശ്വര്യവുമുള്ള വ്യക്തികളും സമൂഹവും രാഷ്ട്രവും രൂപം കൊള്ളുകയും ചെയ്യുന്നു. സമകാലിക സമ്പദ്വ്യവസ്ഥകൾ നേരിടുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഇസ്ലാമിക ധനവിനിമയ രീതികൾ. വൻ പ്രതിസന്ധികൾക്കിടയിലും പിടിച്ചു നിൽക്കുന്ന പാശ്ചാത്യ രാഷ്ട്രങ്ങളിലെ ഇസ്ലാമിക് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും നമുക്ക് മാതൃകകളാവേണ്ടതാണ്. മൂല്യങ്ങളിലും വിശ്വാസരീതികളിലും പടുത്തുയർത്തിയ പലിശരഹിതവും അനീതിമുക്തവുമായ സാമ്പത്തിക വിനിമയ രീതികൾ എന്തുകൊണ്ടും പഠനാർഹമാണ്.